ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു ആർഎൻ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നഴ്സിംഗിൻ്റെ ഈ വർഷത്തെ LBSലൂടെയും ഗവൺമെൻറ് സീറ്റുകളിലും അതുകൂടാതെ തന്നെ LBSലൂടെ തന്നെയുള്ള ഗവൺമെൻറ് ഫണ്ടഡ് കോളേജുകൾ, അതായത് സിമറ്റ്, കേപ്പ് കോളേജസ്, അതുകൂടാതെ വീണ്ടും നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ LBS 50% സീറ്റ്സും അതുകൂടാതെ മറ്റ് മെത്തേഡ്സിലൂടെ മാനേജ്മെൻറ്റ് സീറ്റ്സ് ആയിട്ട് 50% സീറ്റ്സും ആണുള്ളത്. ഈ സീറ്റുകളുടെ ഫീസ് ഘടനയെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൂടാതെ തന്നെ NRI സീറ്റുകളുടെ ഫീസ് എത്രയാണെന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ 2026 വർഷത്തിൽ ഈ ഫീസിന്റെ ഘടനയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഈ ഫീസിന്റെ ഘടനയിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാനായിട്ട് പോകുന്നത് നമ്മൾ LBSലൂടെ ഗവൺമെന്റ് സീറ്റ്സിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് എത്ര രൂപ ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. LBS മുഖേന നമ്മൾ ഗവൺമെന്റ് കോളേജസിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ കുട്ടികളെ ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടി വരുന്നത്, നമ്മൾ ഗവൺമെന്റ് കോളേജസിലാണ് LBS അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ഗവൺമെന്റ് കോളേജസിൽ 23,170 രൂപയാണ്. 23,170 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. പക്ഷേ ഈ ഫസ്റ്റ് ഇയറിൽ അടയ്ക്കുന്ന ഫീസ് തന്നെ ആദ്യം തന്നെ ടോക്കൺ ഫീസ് ആയിട്ട് അടയ്ക്കണം എന്നുള്ളതാണ് ഈ ഒരു ഗവൺമെന്റ് കോളേജിന്റെ പ്രത്യേകത. ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ 23,170 രൂപ ആദ്യം തന്നെ നമ്മൾ ടോക്കൺ ഫീസ് ആയിട്ട് തന്നെ അടയ്ക്കണം. അതുകൂടാതെ തന്നെ മറ്റ് ഫീസുകൾ ഉണ്ടായിരിക്കും. മറ്റ് ഫീസുകളായിട്ട് വളരെ ചുരുങ്ങിയ എമൗണ്ട്, അതായത് യൂണിയൻ ഫീസ്, SNA ഫീസ്, PTA ഫീസ് തുടങ്ങിയ ഫീസുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം കൂടെ കൂടിപ്പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു 35,000 റുപ്പീസിൽ നമുക്ക് ഗവൺമെന്റിലാണെങ്കിൽ LBSൽ 2026 വർഷത്തിൽ നമുക്ക് ഫീസ് നിൽക്കുന്നതാണ്. ഇനി ഏകദേശം ഇതേ ഫീസ് തന്നെയാണ് നമുക്ക് വരുന്ന സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയേഴ്സിൽ വരുന്നത്. ഇതേ ഫീസ് തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ LBS ത്രൂ സിമറ്റ് കോളേജസിലെ, കേപ്പ് കോളേജസ്, അതായത് ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള കോളേജസിലാണ് പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണ് പഠിക്കുന്നതെങ്കിൽ ഈ അഡ്മിഷനിലൂടെ നമുക്ക് അലോട്ട്മെന്റിലൂടെ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ടോക്കൺ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടത് 25,000 രൂപയാണ്. 2026 വർഷത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണിത്. 25,000 രൂപ ടോക്കൺ ഫീസ് ആയിട്ട് നമ്മൾ അടയ്ക്കണം. ഈ ടോക്കൺ ഫീസ് ആയിട്ട് അടച്ച് നമ്മുടെ സീറ്റ് ഉറപ്പിക്കണം. ഇത് കൂടാതെ ഈ 25,000 രൂപയിൽ മാത്രമല്ല ഈ ഫീസ് നിൽക്കുന്നത്. നമുക്ക് ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത് ഏകദേശം 80,000 രൂപയുടെ അടുത്ത് നമുക്ക് ട്യൂഷൻ ഫീസ് ആയിട്ട് വരും. 80,300 ചില്ലൻ രൂപയാണ് ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ മറ്റ് ഫീസ് ഇനത്തിൽ നമുക്ക് ഏകദേശം 25,000 രൂപയെടുത്ത് 23,000 to 25,000 രൂപ നമുക്ക് എല്ലാ വർഷവും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ 25,000 രൂപ വരും. സെക്കൻഡ് ഇയർ തൊട്ട് അത് ചെറിയൊരു ഒരു കുറവുണ്ടായിരിക്കും ഈ ഒരു ഫീസിൽ. അപ്പോൾ ആ ഒരു വിധത്തിലായിരിക്കും ഏകദേശം ക്ലോസ് ടു 1,10,000 എന്നുള്ള റേഞ്ചിൽ ആയിരിക്കും ഈ ഒരു LBS ത്രൂ നമുക്ക് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് 25,000 രൂപയാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത് സെൽഫ് ഫിനാൻസിങ്ങിലും ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും ഫീസ് വരുന്നത്. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമുക്ക് PNC MAC അല്ലെ AMCS FNCK തുടങ്ങിയ അസോസിയേഷൻസ് ത്രൂ ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് കോളേജസിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീസ് ആയിട്ട് ഇവർ പറയുന്നത് 10,000 രൂപയാണ് ടോക്കൺ ഫീസ് ആയിട്ട് പറയുന്നത്. ഗവൺമെന്റിൽ 25,000, ഗവൺമെന്റ് LBS ത്രൂ 25,000 വരുമ്പോൾ നമുക്ക് ഈ അസോസിയേഷൻസ് ത്രൂ 10,000 രൂപ ടോക്കൺ ഫീസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം അസോസിയേഷൻസിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നമുക്ക് വീണ്ടും മറ്റ് LBSൽ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടി കിട്ടിയാൽ വീണ്ടും അതിലേക്ക് മാറാവുന്നതാണ് സെലക്ടഡ് ആയിട്ടുള്ള കോളേജസിൽ. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടും. പലരുടെ കുട്ടികളുടെ സംശയമാണ് ടോക്കൺ ഫീസ് അടച്ചാൽ തിരിച്ച് കിട്ടുമോ എന്നുള്ളത്. ടോക്കൺ ഫീസ് അടച്ചാൽ കിട്ടും, പക്ഷെ അതിനൊരു കാലതാമസമുണ്ട്. നമ്മുടെ റീഫണ്ട് അപ്ലൈ ചെയ്ത് ഒരു 4 to 6 months മാത്രമാണ് നമുക്ക് ഈ ടോക്കൺ ഫണ്ട് റീഫണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഏകദേശം സിമിലർ റേഞ്ച് തന്നെയാണ്. ഏകദേശം 80,500 രൂപയുടെ അടുത്താണ് ഈ ഒരു PNC MAC അല്ലെ AMCS FNCK അല്ലെ സെൽഫ് ഫിനാൻസിങ്ങിലെ മാനേജ്മെന്റ് സീറ്റ്സിൽ ട്യൂഷൻ ഫീസ് വരുന്നത്. അതുകൂടാതെ നമുക്ക് മറ്റ് ഫീസ് ഇനങ്ങളായിട്ട് ടോട്ടൽ ഏകദേശം ഒരു 30,000 രൂപയുടെ അടുത്ത് നമുക്ക് മറ്റ് ഫീസ് വരും. അപ്പോൾ ഏകദേശം ഒരു 1,10,000-നും 15,000-നും ഇടയിലാണ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ ഒരു വർഷത്തെ ഫീസ് വരുന്നത്. ഇതിൽ ഹോസ്റ്റൽ ഫീസ്, ഫുഡ് തുടങ്ങിയവയൊന്നും ഇൻക്ലൂഡ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോഴേക്കും ഈ മറ്റു ഫീസുകളുടെ കാര്യത്തിൽ ചെറിയൊരു കുറവുണ്ടായിരിക്കുന്നതാണ്. ഒരു 10,000 രൂപയുടെ അടുത്ത് വർഷത്തിൽ ഒരു കുറവ് വരും സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയേഴ്സിൽ. അപ്പോൾ അത്രയുമാണ് ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ NRI കോട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ, NRI കോട്ടയിലേക്ക് വന്നു കഴിയുമ്പോൾ ഏകദേശം 1,04,000 സംതിങ് രൂപ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 1,05,000 രൂപ ട്യൂഷൻ ഫീസ് ആയിട്ട് വരും. ഈ മറ്റ് ഫീസുകളായിട്ട് വരുന്ന ഈ പറയുന്ന ഒരു 25,000-നും 30,000-നും ഇടയിൽ വരുന്ന ഫീസുകൾ NRI കോട്ടയിലും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഏകദേശം ഒരു 1,35,000 to 40,000 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ ഫീസ് ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ചെറിയ കുറവുണ്ടായിരിക്കും. അത് 1,30,000 അടുത്തായിരിക്കും സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ ഫീസ് ആയിട്ട് വരുന്നത്. ഇനി ചില കോളേജസിൽ NRI സീറ്റിൽ വരുന്ന കുട്ടികളോട് ചില പ്രത്യേക കോഷൻ ഡെപ്പോസിറ്റ് എന്നുള്ള നിലയിൽ, അത് ഈ പറഞ്ഞ പോലെ ഡൊണേഷൻ ആയിട്ടല്ല, ഒരു പർട്ടിക്കുലർ എമൗണ്ട് കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് ചില കോളേജുകൾ വാങ്ങിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ അത് റീഫണ്ടബിൾ ആണ്. ഈ പറഞ്ഞ പോലെ കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ് പോകുമ്പോൾ അത് റീഫണ്ടബിൾ ആയിട്ടാണ്
ആ കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു നേഴ്സിംഗിൽ 2026 വർഷത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ ഫിനാൻസസ് അതിനനുസരിച്ച് ക്രമീകരിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട്, മറ്റ് ഒരുപാട് ബാധ്യതകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂട്ടുകാരെ, നന്നായിട്ട് പഠിക്കാനായിട്ട് നിങ്ങളുടെ ഈ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടുള്ള ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സഹായവും ഒക്കെ നൽകിക്കൊണ്ട് റൈസ് ടു ആർ ടീം നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം നൽകിക്കൊണ്ട് നമ്മൾ കുറേയേറെ കുട്ടികളെ നമ്മൾ ഈ വർഷം നമ്മൾ ഡോക്യുമെന്റ്സ് ആയിട്ടും എല്ലാം നമ്മൾ സഹായിച്ചു. ഇനിയും ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വരുന്ന എൻക്വയറീസ് നമുക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ റിപ്ലൈസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനെ കഴിഞ്ഞും കൂടുതൽ റിപ്ലൈസ്, നമുക്ക് ഒരു ദിവസം 100-ലേറെ കുട്ടികളുടെ റിപ്ലൈസ് വന്ന ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ദിവസങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈടാക്കുന്നില്ല. പല കുട്ടികൾക്കും നമ്മൾ NRI സ്പോൺസർഷിപ്പ് ഡോക്യുമെന്റേഷൻസ് ടൈപ്പ് ചെയ്ത് അതിനുവേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് PDF ആയിട്ട് വരെ നമ്മൾ അയച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് റൈസ് ടു ആർ ടീം നിങ്ങൾക്കൊപ്പമുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ നഴ്സിംഗ് ജേർണിയിൽ ഉപകാരപ്രദമാകുന്ന കണ്ടന്റ്സുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, വീണ്ടും കാണാം. ബൈ ബൈ.